ഹലോ ചങ്കളെ നമസ്കാരം. ഈ റോഡ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ റോഡാണ് നന്മണ്ട വട്ടോളി ബസാർ റോഡ്. കരിയാത്തങ്കാവ് കൂടെ കയറാൻ പറ്റുന്ന ഒരു റോഡാണ്. ഇപ്പോൾ നമുക്ക് വട്ടോളി ബസാർക്ക് പോകാനൊക്കെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ബാലുശ്ശേരി വഴിക്ക് പോകുന്നതിൻ്റെ ദൂരം കൂടുതലാണ്. അതിൽ നിന്ന് ഷോർട്ടായിട്ട് നമുക്ക് പോകേണ്ട ഒരു വഴിയാണ് വട്ടോളി ബസാർ റോഡ്. ഈ റോഡ് ഞാൻ കല്യാണം കഴിച്ചത് വട്ടോളി ബസാറിനാണ്. അതുകൊണ്ട് എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റും. കണ്ട റോഡിൻ്റെ കോലം കണ്ട. 10 വർഷമായി ഞാൻ കല്യാണം കഴിച്ചിട്ട്. ഈ 10 വർഷത്തിൻ്റെ ഇടയിൽ ഒരു അറ്റകുറ്റപ്പണിയും റോഡിൽ ചെയ്തില്ല. റോഡിൻ്റെ കോലം കണ്ട. ഈ ഒരു റോഡ് മഴക്കാലത്ത് വളരെ ദുഷ്കരമാണ്, പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് നന്നാക്കുന്നില്ല? ഞാനൊരു തവണ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ അടുത്ത് പോയി സംസാരിച്ചപ്പോൾ പറഞ്ഞത് കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് വരണമെന്നാണ്. കണ്ട റോഡിൻ്റെ കോലം കണ്ട. എന്തുകൊണ്ട് നന്നാക്കുന്നില്ല? നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത്? എന്ന് വെച്ചാൽ റോഡ് ആവശ്യമുള്ള സ്ഥലത്ത് നന്നാക്കുക. ഈ റോഡ് നന്നാക്കി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റും. ഒരു ഷോർട്ട് കട്ട് എന്ന രീതിയിൽ താമരശ്ശേരി ഒക്കെ പോകാൻ പറ്റുന്ന ആൾക്കാർക്ക്, താമരശ്ശേരിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന റോഡാണ് നന്മണ്ടുള്ള ആൾക്കാർക്ക്. പക്ഷേ ഇത് എന്തുകൊണ്ട് നന്നാക്കുന്നില്ല? അതിൻ്റെ ഉത്തരം നമുക്ക് അറിയണം. കാരണം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് കേന്ദ്രത്തിൻ്റെ ഫണ്ട് വരണമെന്ന്. എന്ത് കേന്ദ്രത്തിൻ്റെ ഫണ്ട് വേണോ? കണ്ട നോക്ക് നിങ്ങൾ റോഡിൻ്റെ കോലം. കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ വീഡിയോയിലുടനീളം ഈ റോഡിൻ്റെ എന്താ പറയുക ബുദ്ധിമുട്ട്, ഇതിൽ പോകുന്ന ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. കണ്ടോ, വളരെ ദുഷ്കരമാണ് ഇതിൽ പോകുന്നത്. യാത്ര പോകുന്നത് ഭയങ്കര ദുഷ്കരമാണ്. ഇങ്ങനത്തെ റോഡുകളൊക്കെ നമുക്ക് കിട്ടിയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ കവർ ചെയ്യേണ്ട ഈ 2025 കാലഘട്ടത്തിൽ പൊടുന്യായം പറഞ്ഞും കൊണ്ട് എന്താ പറയുക റോഡ് നന്നാക്കുന്നില്ല. കേന്ദ്രത്തിന് ഫണ്ട് വരണം, ആ ഫണ്ട് വരണം. ഭൂരിഭാഗം റോഡുകളും നന്നാക്കുന്നത് കേന്ദ്രത്തിൻ്റെ ഫണ്ട് കൊണ്ടല്ലേ. അതാ ഇത് നോക്ക്, ഈ ഭാഗം നോക്ക് നിങ്ങൾ. വളരെ ദുഷ്കരല്ലേ? ഒരു വണ്ടി പോകാൻ പറ്റുമോ? വണ്ടി പോകാനൊക്കെ പറ്റും, വണ്ടി വർക്ക്ഷോപ്പിൽ തന്നെ കൊണ്ടിടണം, അത്രേ ഉള്ളൂ. എൻ്റെ കാർ ഒരു തവണ മഴവെള്ളത്തിൽ നല്ല മഴ സമയത്ത് കംപ്ലൈൻ്റ് ആയിന്. കണ്ടാ, ഓരോ ആൾക്കാരും എന്താ പറയുക ഡിസ്ക് ശരിക്കും കംപ്ലൈൻ്റ് ആവും, വേദന ആവും ഇതിൽ പോകുമ്പോൾ. ബൈക്കാരനൊന്ന് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വണ്ടി പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ട്. കണ്ട അവരൊക്കെ എത്രത്തോളം ബുദ്ധിമുട്ടിയില്ല പോകുന്നത്. കണ്ടോ നിങ്ങൾ എന്തുകൊണ്ട് ഇത് നന്നാക്കുന്നില്ല? ഈ റോഡിൻ്റെ ഇവിടെ നോക്ക് നിങ്ങൾ. ഞാൻ കാണുന്നത് 10 കൊല്ലം കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇവിടെ നന്നാക്കുന്നില്ല, ഒരിക്കലും നന്നാക്കുന്നില്ല. ഇവർക്ക് എന്തോ ഒരു ദേഷ്യം പോലെ ഈ റോഡ് നന്നാക്കുന്നത്. എന്താണ് ഇതിൻ്റെ കാരണം? ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരൊക്കെ എവിടെ പോയി നിൽക്കുകയാണ്? നിങ്ങൾ ജയിപ്പിച്ചത് എന്തിനാണ്? പ്ലീസ് ഒന്ന് കണ്ടു നോക്ക്. മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യും.